ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന 2 അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട്സ് കൊണ്ട് വെക്കുക. അപ്ഡേറ്റുകളാണുള്ളത്. ഒന്നാമത്തെ അപ്ഡേറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചും രണ്ടാമത്തെ അപ്ഡേറ്റ് സൈനിങ്സിനെ കുറിച്ചുമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി ഒരുപാട് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അപ്ഡേറ്റുകൾ നേരത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ മാനേജ്മെൻറ്റ് പല ആളുകളുമായിട്ടും പല കമ്പനികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഉണ്ടായിരുന്ന വാർത്ത IBS സോഫ്റ്റ്വെയർ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയിരിക്കുക എന്നുള്ളതായിരുന്നു. അവർ ഓൾറെഡി താല്പര്യം പ്രകടിപ്പിച്ചതുമാണ്. IBS സോഫ്റ്റ്വെയർ ഓഫർ ചെയ്തതിനേക്കാൾ തുക മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു നേരത്തെ ഏറ്റവും പുതുതായി അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. വിദേശത്തുള്ള ഒരു മലയാളി ബിസിനസ്മാനും കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ടോക്സും എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മൊർഗുല അതിനെക്കുറിച്ച് നിർണായകമായൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് 2 ആഴ്ചക്കുള്ളിൽ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 ആഴ്ചക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഫൈനലൈസ് ചെയ്യുമെന്ന് ഇപ്പോൾ മാർക്കസ് മൊർഗുല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇതാരാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കുമെന്നാണ് ഏറ്റവും പുതുതായുള്ള റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിന് സൂചകമായിട്ട് ഇപ്പോൾ ഒരു പുതിയ സൈനിങ് റൂമറും വന്നിട്ടുണ്ട്. സ്പാനിഷ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഏഞ്ചൽ ഗാർസിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും റിയൽ വല്ലഡോലിൻ്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള വിക്ടർ മെസ്സിഗർ എന്ന താരത്തെ എൻക്വയറി ചെയ്തിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽ ഗാർസിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാലിഗയിലെ 2nd ഡിവിഷൻ ക്ലബ്ബിലാണ് താരം ഇപ്പോൾ കളിക്കുന്നത്. 27-കാരനായിട്ടുള്ള വിക്ടർ മെസ്സിഗറിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ഫീൽഡർ ആണ്. കൂടാതെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും താരത്തിന് കളിക്കാൻ സാധിക്കും. 2nd ഡിവിഷനിൽ 180 മത്സരങ്ങൾക്ക് അടുത്ത് കളിച്ചിട്ടുണ്ട്. ലാലിഗയിൽ 14 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. സ്പെയിനിൽ തന്നെയാണ് തൻ്റെ കരിയറിലെ ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത്. 9.5 കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കുന്നത്. സൈൻ നടത്തുകയാണെങ്കിൽ ഒരു മികച്ച സൈൻ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽ ഗാർസിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.